എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഭാരതം എന്നത് ഒരു സംസ്കാരമാണ്, ഒരു മതമാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംകളും ക്രിസ്ത്യാനികളും ജൈനരും ബുദ്ധരും ഒക്കെ ചേർന്ന് ജീവിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ദേശമാണ്. ഇവിടെ യാതൊരു വ്യക്തികളും മുൻകാലങ്ങളിൽ ഇവിടെ വന്നവർ ശരിക്കും മിഷണറി പ്രവർത്തനത്തിനായി വന്ന ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അല്ല. ക്രിസ്ത്യാനിത്വമുണ്ടായത് മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. വിദേശികൾ ഇവിടെ വന്നപ്പോൾ ഭാഷ അറിയാത്തവരായി ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്ത പല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി അത് ഭാഷ ഒരു പ്രധാനമായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയും മറ്റു പല ഭാഷകളും അവർ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായി നമ്മുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടിയുള്ള ഒരു ഊന്നൽ കൊടുക്കുകയും അതിലൂടെ ഒത്തിരി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അത് പോയ കാലകഥകൾ. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പല മതങ്ങളും തമ്മിൽ തല്ലുന്നു. യാതൊരു വിളിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ പലരെയും പ്രേരിപ്പിക്കുന്ന പല വാക്കുകൾ, ജയ് ശ്രീറാം, ഹല്ലേലൂയ, അല്ലാഹു അക്ബർ, ഇതൊന്നും ഈ ആധുനിക യുഗത്തിന് ചേർന്നതല്ല. ദയവ് ചെയ്ത് രാഷ്ട്രീയക്കാർ പാവം പിടിച്ചവരെ ജീവിക്കാൻ അനുവദിക്കുക, അവരെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യം ചെയ്യുക, അവർക്ക് വേണ്ട തൊഴിൽ കൊടുക്കുക, അവരുടെ പോഷകാഹാരങ്ങൾ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഉളവാക്കുക. ഇതൊക്കെയാണ് ഒരു സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ചെയ്യേണ്ടത്. മറിച്ച് നേർക്ക് നേർന്ന് കൊലവിളിയും നടത്തുകയും ആൾക്കാരെ നിർദാക്ഷിണ്യം മർദ്ദിക്കുകയും അവശരാക്കുകയും കൊല്ലാക്കൊലയും ചെയ്യുന്നതല്ല ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ മതത്തെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു ചിലർ ആരെയും പ്രേരിപ്പിച്ച് തങ്ങളുടെ മതത്തിലേക്ക് വലിച്ചു കയറ്റാനും പാടില്ല. വിശ്വാസം ഉള്ളവർ എന്താണോ അവർ സ്വയം തിരിയട്ടെ. ഇപ്പോൾ തന്നെ ഇടയ്ക്കുണ്ടായ ഒരു സംഭവം വളരെ ലജ്ജാകരമാണ്. ജോലിയില്ലാത്തവർക്ക് ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഏതോ ഒരു പ്രത്യേക വേഷം ധരിച്ച, കന്യാസ്ത്രീ വേഷം ധരിച്ച അവരോടൊപ്പം കൂടിപ്പോയവർ മതപരിവർത്തനം എന്നുള്ള പേരും പറഞ്ഞ് ഉണ്ടാക്കിയ പുകിലുകൾ ചെറുതൊന്നുമല്ല, വളരെ വലുതായിപ്പോയി. വളരെ വ്യസനസമേതം പറയേണ്ടതാണ്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള അരാജകത്വം ഉണ്ടാകാൻ പാടില്ലേ? രാഷ്ട്രീയക്കാരുടെ പേരും പറഞ്ഞ് എന്ത് തോന്നിയാവസരവും കാണിക്കുക, അതിന് പലരും മൗനസമ്മതം കൊടുക്കുക, ഇതൊക്കെ ഇല്ലാതാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏത് വ്യക്തികൾക്കും അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇവിടെ രാഷ്ട്രീയക്കാർ അവരെ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലായിരിക്കണം, മോശമായ രീതിയിലായിരിക്കരുത്. ഈ ജയ് ശ്രീറാം കൊണ്ടോ ഹല്ലേലൂയ കൊണ്ടോ അല്ലാഹു അക്ബർ കൊണ്ടോ ഇവിടെ ഒന്നും നേടാൻ പറ്റുന്നില്ല. ഇവർ സ്വയം അധ്വാനിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ആഹാരം കിട്ടൂ. ഒരുത്തർക്ക് സുരക്ഷിതമായ ആഹാരവും വിദ്യാഭ്യാസവും തൊഴിലുണ്ടെങ്കിൽ ആരും തന്നെ ആരുടെയും പിന്നാലെ പോകാൻ ഇഷ്ടപ്പെടില്ല. അതിഷ്ടപ്പെടുന്നവർക്ക് കിട്ടാത്തത് കിട്ടുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കേണ്ടി വരുന്നു. ഇനിയെങ്കിലും ഈ മതത്തിൻ്റെയും മറ്റും പേരും പറഞ്ഞ് രാഷ്ട്രീയക്കാർ തമ്മിൽ തല്ലാതിരിക്കുക. അത് വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. പട്ടിണി പാവങ്ങൾക്ക് ആരെങ്കിലും ഒരു ജോലിയോ സംവിധാനമോ കൊടുക്കുന്നു, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത്. ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ഓരോ ഈ ടെക്നിക്കൽ രാഷ്ട്രീയക്കാർ നടത്തുന്നത് ഒട്ടും അഭികാമ്യവുമല്ല. അത് തകർച്ചയുടെ
തുടക്കമായിരിക്കും. ഇപ്പോൾ തന്നെ അറിയാം, നമ്മുടെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഓരോ സമയത്തെ വാഗ്ദാന പ്രശ്നങ്ങൾ അമേരിക്ക എല്ലാ രാജ്യങ്ങളുടെ ഫുള്ള് ഇടിച്ചു തകർക്കുന്നൊരു സംവിധാനത്തിലെത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയും മതമൈത്രിയിൽ കൂടി വളർന്നു വന്ന നമ്മുടെ രാജ്യമാണ്. ഒന്ന് മനസ്സിലാക്കുക, ഈ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാർ, ഇപ്പോൾ കേരളത്തിലെ ഭരിച്ചിരുന്ന അവർ പല ഹൃദയഭാഗങ്ങളിലും മിഷണറീസിനും അതിനു വേണ്ടി പ്രത്യേകം അവർ ഊന്നൽ നൽകിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പടർന്ന് പന്തലിച്ച് കേരളത്തിൽ മാത്രം ഇങ്ങേറ്റം കാശ്മീരിൽ വരെ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ പോണ ഒരു വിഭാഗം ആൾക്കാർ, ആ വിദ്യാഭ്യാസം നടത്തുന്നവർ അവരെ അവരുടെ മതത്തിലേക്ക് ചേർക്കുന്നെന്നു പറയുന്നു. അത് ശരിയുള്ള കാര്യമായിട്ട് തോന്നില്ല. ഇനി അങ്ങനെ നടത്താൻ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരിലുള്ള മതത്തിലേക്ക് മറ്റുള്ളവർ ആനയിക്കുന്നെങ്കിൽ, അവരെ ഫോഴ്സുന്നെങ്കിൽ തെറ്റായ പ്രവണതയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, തെറ്റാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എന്നാൽ എല്ലാ ഭാഗത്തും ശ്രീരാമൻ ശ്രീരാമനെന്ന് പറഞ്ഞ് അവരെ ഫോഴ്സ് ചെയ്ത് ആ ശ്രീരാമൻ്റെ അങ്ങനെ വിളിപ്പിക്കണമെന്ന് ഒരു ശ്രീരാമന്മാരും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം പറയുന്നത് നമ്മുടെ പൊളിറ്റീഷ്യൻസാണ്. ഇത് നിർത്തുക. ഇത് നല്ലൊരു പ്രവണതയല്ല. നമ്മുടെ രാജ്യം മുന്നേറേണ്ടതാണ്. 4 വശത്തും ശത്രുക്കൾ നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഉൾരാഷ്ട്രീയത്തിൽ നമ്മുടെ രാജ്യത്ത് നാം പരസ്പരം തല്ലിപ്പിടിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങൾക്ക് അപഹാസ്യമായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ കാണിക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് യാതൊരു ലാഭവിഷയമില്ല. ആർക്കും 10 പേരെ കൂട്ടിയാൽ അവർക്ക് ഒരു ശ്രീരാം വിളിച്ചാൽ അത് മൊത്തം ഹിന്ദുക്കൾക്ക് ദോഷം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും 1-2 പേർ കൂടി ഒരു ഹല്ലേലൂയ വിളിച്ചാൽ അത് ഇവിടെ സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അത് അല്ലാഹു അക്ബർ. ഇസ്ലാമിൽ നല്ല തത്വത്തോടെ ഇസ്ലാമിൻ്റെ എല്ലാ ആദരവോടെയും ജീവിക്കുന്ന നല്ല മുസ്ലിംസിനെ അവരെയും പ്രയാസത്തിലാക്കുന്ന, അതുകൊണ്ട് ഈ ജയ് ശ്രീരാമയിലും അല്ലുലയും അല്ലാഹു അക്ബറും ഇതെല്ലാം വിളിക്കേണ്ടവർ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വിളിക്കട്ടെ. അവരെ വിളിപ്പിക്കാതിരിക്കില്ല, അവർ സ്വയം വിളിക്കട്ടെ. ബട്ട് അതൊന്നൊരു രാഷ്ട്രീയ പ്രേരിതമായോ അതല്ലാതെ ചിലവരുടെ ബലഹീനതയിൽ പട്ടിണി പാവങ്ങളെ വിളിച്ചെടുത്ത് ആഹാരം കൊടുത്തിട്ട് ഹല്ലേലൂയ പറയുക, അല്ലെങ്കിൽ ആൾക്കാരെ പീഡിപ്പിച്ച് കൊന്നുകളയെന്ന് ഉപദ്രവിച്ച് ഒരു മൂമനുഷ്യനും ഇല്ലാത്ത രീതിയിലാക്കുന്ന ഈ ശ്രീരാമ ഭക്തരും ഒരിക്കലും നിങ്ങൾ നടത്തുന്ന ശ്രീരാമൻ്റെ തത്വങ്ങളല്ല. ശ്രീരാമൻ ആരെയും വധിച്ചിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. സത്യത്തിന് വേണ്ടി ജയിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. നമ്മുടെ മുന്നേറ്റം പട്ടിണിക്കെതിരായിരിക്കണം, ദരിദ്രത്തിനെതിരായിരിക്കണം, ഹിംസയ്ക്കെതിരായിരിക്കണം. ജീവിക്കേണ്ടത് സമാധാനവും സന്തോഷത്തോടെയും ആയിരിക്കണം. ഇത് മാത്രമേ ഈ കുഞ്ഞു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.